ശുദ്ധമുള്ള ശൗചാലയങ്ങളും ശുദ്ധമായ കുടിവെള്ളവും നാട്ടിൽ യഥേഷ്ടം ലഭ്യമാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ തെരുവിലാണ്, ഞാനും കുടുംബവും. ഇപ്പോൾ വീണ്ടും സജീവമായി വന്നത് പ്രിയദർശിനി സൗജന്യ യാത്ര വന്ന സാഹചര്യത്തിൽ ബസ് സ്ത്രീകൾക്ക് മാത്രമേ സൗജന്യമുള്ളൂ, പരാതിയില്ല. പക്ഷേ ശൗചാലയങ്ങൾ അവിടെ പണപ്പെരുവെങ്കിലും അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി ഉണ്ടാവണം. ഈ ജൂൺ 15-ന് സൗജന്യ യാത്ര അനുവദിച്ചതിന് മുമ്പ് അതുണ്ടാവുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരുന്നു. സർക്കാരിന് ദീർഘവീക്ഷണവും നീതിബോധവും ഇല്ലെന്നാണ്. ഉണ്ടെങ്കിൽ ശൗചാലയങ്ങൾ സൗജന്യമാക്കുക മിനിമം അടിയന്തര ആവശ്യമാണ്, പ്രാഥമിക ആവശ്യമാണ്. ഏത് രീതിയുടെയും പ്രാഥമിക ആവശ്യമാണ്, പ്രാണവായു പോലെ പ്രാഥമിക ആവശ്യമാണ് മലമൂത്ര വിസർജനം. അതിനുള്ള അവസരമൊരുക്കാത്ത സൗജന്യ യാത്ര ഒരുക്കുന്നതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടെന്ന് അല്ലെങ്കിൽ നീതിയുണ്ടെന്ന് നീതി നടപ്പാക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നീതിയാണ്, നന്മയാണ്, ശരിയാണ്. പക്ഷേ സൗജന്യ യാത്രയ്ക്കൊപ്പം ശൗചാലയ ഉപയോഗം അനുവദിക്കണമെന്ന് ഗൗരവമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് മരണം വരെ, ഇത് നേടിയെടുക്കും വരെ CPI വിട്ടിയ നാടാണ്, നങ്ങേലി മുലയർത്ത നാടാണ്. ഞാൻ ഈ സമരം വിജയിക്കും വരെ ഇതിനു വേണ്ടി തെരുവിലുണ്ടാവും, അത് യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ സർക്കാർ, പുതിയ സർക്കാർ ജനപക്ഷമാണ്, നീതിപക്ഷത്താണ് എന്നൊക്കെ കരുതുന്നതുകൊണ്ട് ഉടനെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമരം അധികം നാൾ ഞാൻ ഉണ്ടാവേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. 120 MLA ആവശ്യപ്പെട്ടു, എൻ്റെ ഈ ആവശ്യം സപ്പോർട്ട് ചെയ്തവരാണ് നിയമസഭയിലുള്ള 120ഓളം MLA. അവരെന്നെ കേൾക്കും, ശ്രദ്ധിക്കും, നടപടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മംഗളം പോലുള്ള എല്ലാ ചാനലുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഒരു വശത്ത് സ്ത്രീപക്ഷമാണ്, സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രിയദർശിനി പദ്ധതിയിലൂടെ സൗജന്യ യാത്ര ഒരുക്കുന്ന സർക്കാരിനോടാണ് നിങ്ങൾ സൗജന്യ യാത്രകൾ ഒരുക്കിക്കൊള്ളൂ, പക്ഷേ സാധാരണക്കാരായവരുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും നടപ്പിലാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്.